അന്ന് അദ്ദേഹത്തെ ചെല്ലുന്നതിന് മുമ്പ് ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ട്. എന്തോ ഒരു കമ്പനി AB പറയും, അതൊക്കെ പറയുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ നിനക്ക് കിട്ടും, കാശുണ്ടാക്കാം, ബെൻസ് വാങ്ങാം എന്നൊക്കെ അദ്ദേഹം പറയും. തിരിച്ച് കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച് അദ്ദേഹത്തെ ഇട്ടൊന്ന് വട്ടം കറക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ അന്ന് പ്ലാന് കേൾക്കാൻ വേണ്ടി വന്നത്. പക്ഷെ ഞാൻ ചെന്ന് പെട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ചെന്ന് പെട്ടത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു. ഒരു 3 മണിക്കൂർ നേരം കൊണ്ട് ആ സിംഹം എന്നെ കടിച്ചു വലിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞു. ആ സിംഹത്തിന്റെ പേരാണ് ഫസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസഡർ മിസ്റ്റർ സുജിത് ഖാൻ. ആ മീറ്റിംഗിന് ശേഷം ഞാൻ തീരുമാനിച്ചു, ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഐ വാണ്ട് ടു ബിക്കം റിച്ച് ആൻഡ് വെൽത്തി. എനിക്ക് സമ്പന്നതയിൽ ജീവിക്കണം, കാശുകാരനാവണം, മെർസിഡീസ് വാങ്ങണം, അനിയത്തിയുടെ കല്യാണം ഞാൻ ആഗ്രഹിച്ചതുപോലെ നടത്തണം, എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും സമൂഹത്തിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചെന്ന് പറയാൻ പറ്റണം, അവൻ എൻ്റെ മോന കണ്ടില്ലേ, ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തണം എന്ന് തീരുമാനിച്ച് ഈ പ്രൊജക്ട് ആരംഭിച്ചു. ആദ്യം തന്നെ നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത പോലെ ഒരു ഫൗണ്ടേഷൻ ഡയമണ്ട് പ്രോഗ്രാമിലേക്ക് ഞാനും കാലെടുത്ത് വെച്ചു. ആ പ്രോഗ്രാം ഹാളിൽ വരുന്നതിന് മുമ്പ് ഞാനൊരു സാധാരണ BPL റേഷൻ കാർഡുകാരനാണ്. എൻ്റെ അപ്പച്ചൻ സാധാരണ വാർക്കപ്പണിക്കാരനാണ്. പക്ഷെ ആ പ്രോഗ്രാം ഹാളിൽ വന്ന് ആ 8.8 കോർ സ്റ്റെപ്പുകൾ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചപ്പോൾ അന്നത്തെ BPL റേഷൻ കാർഡുകാരൻ ഇന്നത്തെ മൾട്ടി ക്രോർപതിയായി മാറിക്കഴിഞ്ഞു. അന്ന് എൻ്റെ കയ്യിൽ മെർസിഡീസ് ഇല്ല, എൻ്റെ കയ്യിൽ കാർ ഇല്ല. പക്ഷെ ഇന്ന് ആ ഫൗണ്ടേഷൻ ഡയമണ്ട് പ്രോഗ്രാമിന് ശേഷം ഇന്ന് എൻ്റെ കയ്യിൽ 4 കാറുണ്ട്. അതിലൊന്ന് മെർസിഡീസ് ബെൻസ് ആണ്. ഇതേ കോഴിക്കോട് ജില്ലയിലെ ബ്രിഡ്ജ് വേ മോട്ടോഴ്സിൽ നിന്ന് 6 വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചു എൻ്റെ മെർസിഡീസ്. ഞാൻ സൗത്ത് ഇന്ത്യയിലെ യങ്ങസ്റ്റ് മെർസിഡീസ് ബെൻസ് ക്ലബ്ബ് മെമ്പറാണ്. പക്ഷേ ഫൗണ്ടേഷൻ ഡയമണ്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിതല്ല. ഇതേ കോഴിക്കോട് ജില്ലയിൽ മാവൂർ റോട്ടിലേക്ക് ചെന്നാൽ, പാളയം ഭാഗത്തേക്ക് ചെന്നാൽ VNM ഒരു ജ്വല്ലറി ഉണ്ട് അവിടെ, വെങ്കടേഷ് നായക് മോഹൻദാസ്. 4 വർഷം മുമ്പ് ഞാൻ ആ ജ്വല്ലറിയിലേക്ക് കയറി ചെന്നു. എൻ്റെ അനിയത്തിക്ക് കല്യാണത്തിന്റെ സമയത്ത് ഒറ്റ ചെക്കിൽ 1/2 കിലോ ഗോൾഡ് വാങ്ങിച്ചു കൊടുത്തു. ഫൗണ്ടേഷൻ ഡയമണ്ടിന് മുമ്പ് ആലോചിക്കാൻ പോലും പറ്റില്ല എനിക്ക് ആ സന്ദർഭം. പക്ഷെ ഫൗണ്ടേഷൻ ഡയമണ്ട് എന്നെ ഇങ്ങനെയൊക്കെ മാറ്റി. പിന്നെ ഈ പ്രൊജക്റ്റ് ആദ്യമായിട്ട് എടുത്ത സമയത്ത് എൻ്റെ കോഴിക്കോട് ജില്ലയിലെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു, അവൻ്റെ വഴിയൊക്കെ തെറ്റിയിട്ടോ. ഇന്ത്യൻ നേവിയിൽ ജോലി കിട്ടിയ സമയത്താണ് ഞാൻ ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് എന്ത് ചെയ്തത്, ഈ ബിസിനസ്സിലേക്ക് വന്നത്. പലരും പറഞ്ഞു, നല്ല കുടുംബത്തിൽ നിന്ന് അവനിനി പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. ഉറപ്പാണ്, വഴി തെറ്റിയല്ലോ. ഇത് ആളെ ചേർക്കുന്ന ഏർപ്പാടല്ലേ. എന്തോരം കമ്പനികളാ, ആയിരക്കണക്കിന് കമ്പനികൾ വരും, 1000 എണ്ണം പൂട്ടും, വീണ്ടും പുതിയത് വരും. ആ ലൈഫൊക്കെ മാറി. ഇനി എന്താണ്, അവരൊന്നും എവിടെ എത്തിപ്പെടാൻ പോകുന്നില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കല്യാണം ആളുകൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് എൻ്റെ നാട്ടിൽ. കാര്യം എന്താ, അവൻ്റെ കല്യാണം നടക്കില്ല, നല്ല കുടുംബത്തിലെ കുട്ടികളെ കിട്ടില്ല, ഉറപ്പാണ്. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ 3 വർഷം മുമ്പ്, ഇവിടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കണം, 3 വർഷം മുമ്പ് ഈ തൊഴിലിൽ വന്നപ്പോൾ ആളുകൾ പറഞ്ഞു, ഇനി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺകുട്ടികളൊന്നും അർജുനെ കല്യാണം കഴിക്കില്ല, നല്ല കുടുംബത്തിന് പെണ്ണ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ 3 വർഷം മുമ്പ് ഡോക്ടർ ആവണി ചെറുവത്തിനെ എൻ്റെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ചെറുപ്പക്കാർക്കും പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു. ഒരു ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ സെഷനിലേക്ക് അങ്ങോട്ട് ഡയറക്റ്റ് കടക്കുകയാണ്. കല്യാണം ഉറപ്പിച്ച സമയത്ത് പെൺകുട്ടികൾ, നമ്മുടെ കുടുംബത്തിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ കല്യാണം ഉറപ്പിച്ചാൽ ചോദിക്കില്ലേ, കെട്ടാൻ പോകുന്ന ചെക്കൻ എന്താ പരിപാടി, ചോദിക്കില്ലേ? ആവണിയുടെ കൂട്ടുകാരൊക്കെ ചോദിച്ചു, എന്താ അർജുൻ്റെ ഏർപ്പാട്, ഡോക്ടറാണോ? അല്ല. പിന്നെ എന്താ, എഞ്ചിനീയർ ആണോ? അല്ല. IT ഫീൽഡാണോ? അല്ല. ബിസിനസ് ആണ്, ഫാർമ ഫീൽഡാണോ? അല്ല. എന്താ ബിസിനസ്? അതെ, ഇൻഡസ് വിവ, ആളെ ചേർക്കുന്ന പരിപാടി. എൻ്റെ പൊന്നാവണി, എൻഗേജ്മെൻറ്റേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇപ്പം വേണമെങ്കിലും നിനക്ക് U-ടേൺ എടുക്കാം. പലരും അവളോട് പറഞ്ഞു. ഞങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്നോട് ഷെയർ ചെയ്യില്ലേ. തമിഴ്നാട്ടിൽ സേലത്തുള്ള അവളുടെ ഒരു ഫ്രണ്ട് അവളോട് ആദ്യമായിട്ട് അത് പറഞ്ഞത്, ആവണി അത് വന്ന് ആളെ പിടിக்கிற വേല നമ്പക്കൂടാതെ. ആവണിയോട് ഞാൻ പറഞ്ഞു, ആവണി നാം വന്ന് ആളെ പിടിக்கிற വേല പണ്ണലേ, പിടിച്ച വാഴ്ക്കയ്ക്ക് ആളുകളെ കൈപിടിച്ച് എത്ര വേലതാ നാം പണിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവളെ അന്ന് അവിടെ കൺവിൻസ് ചെയ്തു. പക്ഷെ നമ്മളെ മനസ്സിൽ അതിങ്ങനെ കിടക്കുമല്ലോ. എന്നാലും പറഞ്ഞില്ലേ, അർജു മോശക്കാരനാണ്, അർജു ചെയ്യുന്ന ബിസിനസ് മോശമാണ്, വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞതല്ലേ. കല്യാണം കഴിഞ്ഞു, ഹണിമൂൺ പോയി മാൽദീവ്സിലേക്ക്. തിരിച്ചു വന്ന് ഞങ്ങളൊരു ദുബായ് ട്രിപ്പ് പോയി. അത് കഴിഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞു, ഖത്തറിലേക്ക് വാ, വേൾഡ് കപ്പ് കാണാമെന്ന് പറഞ്ഞു. 3ാമത്തത് പോയി. അത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയി. വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഹോട്ടലിലേക്ക്, മലേഷ്യയിലേക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ പോയി വന്നു. അപ്പോൾ ആദ്യത്തെ വർഷം അവളെയും കൂട്ടി 4 ട്രിപ്പ്. അത് പോയി വന്നതിന് ശേഷം അവളുടെ കൂട്ടുകാർ തിരിച്ച് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, അർജുവിൻ്റെ കൂട്ടുകാരിൽ ഇനി ആരെങ്കിലും കല്യാണം കഴിക്കാത്തവരുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എനിക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു. ഇതിനൊക്കെ എന്നെ പ്രാപ്തനാക്കിയത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി അറ്റൻഡ് ചെയ്ത ടീം SK ഓർഗനൈസ്